ഹായ് ഓൾ, ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങ് ചെയ്യാമെന്ന്. ഇതുവരെ ഞാൻ എന്നെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചുമ്മാ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഡെയിലി റുട്ടീൻസ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് അപ്പോൾ അതുവഴി ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയറും ചെയ്യാം, എന്നെപ്പറ്റി ഒന്ന് പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് എടുത്തതാണ് ഈ വീഡിയോ. അപ്പം എന്നെപ്പറ്റി പറയാനാണെങ്കിൽ എൻ്റെ പേര് സ്നേഹ. എൻ്റെ വീട് വരുന്നത് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം എറണാകുളം ജില്ലയിലുള്ളൊരു സ്ഥലമാണ് കാഞ്ഞങ്ങാട് എന്ന് പറയും. അവിടെയാണ് എൻ്റെ വീട്. വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഒരു മോനും, ഞങ്ങൾക്കൊരു മോനുമാണുള്ളത്. ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്, മോൻ്റെ പേര് എൽദാദ്. ഞങ്ങൾ തക്കുടു എന്ന് വിളിക്കും. അവൻ 5th പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരുള്ളൊരു ചെറിയ ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കുക്കിംഗ് ടിപ്സും. കുക്കിംഗ് അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല, അങ്ങനെ നല്ല വലിയ കുക്കിംഗൊന്നും അറിയുന്ന ആളൊന്നും അല്ല. എങ്കിൽ പോലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മളുടെ കുറച്ച് ട്രാവൽ വിശേഷങ്ങളും അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ചാനലാണ് ഇത്. അപ്പോൾ ഡെയിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കൂടെ കൂടാം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതെല്ലാം കൂടി എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടി എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മോനെ കറക്റ്റ് സമയത്ത് സ്കൂളിൽ വിടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ രാവിലെ മുറ്റത്തുണ്ടായ പേരയിൽ നിന്ന് പറിച്ച 2 പേരയ്ക്കയാണ് കേട്ടോ. അത് ഞാൻ കൊട്ടയിലിട്ട് വെക്കുകയാണേ. ഇവിടെ റംബൂട്ടാനും പേരയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഫ്രൂട്ട്സൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വീട്ടിലുണ്ട്. എൻ്റെ ചെറിയ കുറച്ച് ഷോർട്സിലൊക്കെ ഞാൻ റംബൂട്ടാൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഇങ്ങനെ കൂടയ്ക്കകത്തിട്ട് വെക്കും. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും ഇങ്ങനെ തലേദിവസം മിക്കതും തന്നെ തലേദിവസം വാങ്ങിച്ചിട്ട് വരും. ഒരുപാട് അങ്ങനെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കാറില്ല. അപ്പം പിറ്റേ ദിവസം ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ഞാനിങ്ങനെ കൊട്ടയ്ക്കകത്തിട്ട് വെക്കും, ഇതുപോലത്തെ കൂടയ്ക്കകത്തിട്ട് വെക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ശീലം. പിന്നെ കുറേ അങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നൊരു ശീലം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടയൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലിയുമായി ചായയായി സാമ്പാറുമായി. സാമ്പാറിൻ്റെ വീഡിയോ ഇതിനകത്ത് എടുത്തിട്ടില്ല, സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാ മോന് സ്കൂളിലേക്കും ഇന്ന് ഇഡ്ഡലി മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് അവന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സ്കൂളിലേക്കും കൊണ്ടുപോകാറ്, ലഞ്ചിനായിട്ടും കൊണ്ടുപോകാറ്. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോകും. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളാണ് എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകാറ് കേട്ടോ. പിന്നെ ഞാനിത് ഫ്രണ്ട് ക്യാമറയിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇടത്തെ കൈ കൊണ്ട് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാൻ ശരിക്കും വലത്തെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്കത് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് തോന്നും. അത് നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ മോന് കഴിക്കാനുള്ള ഫുഡും പിന്നെ ലഞ്ച് ബോക്സിലേക്കുള്ള ഫുഡും ഒക്കെ എടുത്ത് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് പത്രം നോക്കുന്നുണ്ട്. പത്രം വിത്ത് ചായയാണ് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഒരാൾ സ്കൂളിൽ പോകാനുള്ള ഫുഡൊക്കെ കഴിച്ച് അപ്പുറ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയും മോനെയും പരിചയപ്പെടുത്താമേ. അതാണ് ഹസ്ബൻഡ്, അത് മോനാണ്. 2 പേരും ക്യാമറയിൽ വരാനൊക്കെ കുറച്ച് മടിയാണ് 2 പേർക്കും. ആദ്യമായിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോസൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മടിയുണ്ട്. ഇതിപ്പോൾ ഞാൻ ചിരിക്കാൻ പറഞ്ഞ് ചിരിപ്പിക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ ചിരിക്കത്തൊന്നുമില്ല. പറഞ്ഞത് കാരണം ഒന്ന് ചിരിച്ചതാണ്. ഇനി പതിയെ വീഡിയോയിലൊക്കെ വന്നോളും. മോനാണെങ്കിലും ഭയങ്കര മടിയാണ് വീഡിയോയിലോട്ടൊക്കെ വരാനായിട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്, ഒരു ചമ്മലാണ്. ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടുള്ളൊരു ചമ്മലാണ്. അത് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്, എനിക്കും ഉണ്ട്. പിന്നെ നമ്മളങ്ങ് എടുക്കണമെന്ന് മാത്രം. പിന്നെന്താ, അപ്പോൾ അവൻ കഴിക്കുന്ന സമയത്ത് ഞാൻ ബാഗിലേക്ക് ലഞ്ച് ബോക്സും വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും അവൻ്റെ ബസ്സിൻ്റെ സമയമായി. അപ്പോൾ അവൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. കറക്റ്റ് 8 മണിയാകുമ്പോഴേക്കും അവൻ്റെ ബസ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ബസ് വന്ന് അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയത്തേന് ഫ്രീ ആവും. ആ സമയത്താണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. ശരിക്കും ഒന്ന് മോൻ പോകുന്ന വരെയുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അത്രയും സമയം ഭയങ്കര ബിസി ആയിരിക്കും. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ ചേട്ടായിക്ക് പിന്നെ ജോലിക്ക് പോകാറാകും. പിന്നെ ചേട്ടായി ഫ്രഷായിട്ട് വരുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ പോകാനുള്ള ടൈമാവും. 9:30 ആകുമ്പോഴേക്കും ചേട്ടായി ജോലിക്ക് പോകും.
ചേട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ. ഫസ്റ്റിലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്യും, കിച്ചണും എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കറികളൊക്കെ കുക്ക് ചെയ്യത്തുള്ളൂ. ചോറൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടാവും. ചോറ് രാവിലെ തന്നെ ഫസ്റ്റിലെ തന്നെ വെക്കും. ഇവിടെ വിറകടുപ്പുണ്ട്, അപ്പോൾ വിറകടുപ്പിലാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത്. അത് ഓൾറെഡി രാവിലെ തന്നെ വെക്കും. രാവിലെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ കറികൾ ഉച്ചയ്ക്കത്തേന് ഉണ്ടാക്കാറ്. അത് എൻ്റെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും. പിന്നെ പാത്രം കഴുകി വെക്കും. അതൊരു വല്ലാത്ത പണി തന്നെയാണ്. 3-4 നേരം കഴുകിയാലും തീരത്തില്ലല്ലോ. രാവിലത്തേത്, ഉച്ചയ്ക്കത്തേത്, വൈകുന്നേരത്തേത്, പിന്നെ രാത്രിക്കത്തേത്. അങ്ങനെ 4 നേരം കഴുകിയാലും തീരത്തില്ല. ഏറ്റവും എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണ് കേട്ടോ ഈ പാത്രം കഴുകുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. വേറെ ആരും ഇല്ല, ചെയ്യാൻ നമ്മൾ തന്നെ ചെയ്യണം. എത്ര വേണമെങ്കിലും കുക്ക് ചെയ്യാം, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം കഴുകാണ് ഒരു രക്ഷയില്ലാത്തത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. പിന്നെ എനിക്കിങ്ങനെ പാത്രം വാഷ് ബേസിനിൽ ഇങ്ങനെ കൂട്ടിയിടുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് കാരണം ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ മോൻ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട്. പക്ഷേ എല്ലാ ദിവസമൊന്നും അതിന് സമയം കിട്ടത്തില്ല. കിട്ടുന്നതിൻ്റെ അനുസരിച്ച് ചില ദിവസമൊക്കെ കഴുകി വെക്കും. പിന്നെ ചോറൊക്കെ വെന്ത് റെഡി ആയിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് ഊറ്റി അതങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞു. പിന്നെ ഇനി അടുക്കള ക്ലീനിങ് ആണ് അടുത്ത പരിപാടി. കിച്ചൺ ക്ലീനിങ് മെയിനായിട്ടുള്ള പരിപാടി. അതും രാവിലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ കുക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫ്രഷ്നെസ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ആ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ, കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ ഒന്നും ഒരു സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരി വെക്കാറില്ല. എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ, അതായത് അതും ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു എസ്തറ്റിക് ഫീൽ കിട്ടുന്ന സാധനങ്ങൾ വെക്കാനൊക്കെയാണ് ഇഷ്ടം. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. അല്ലാണ്ട് എപ്പോഴും അതിങ്ങനെ ക്ലീൻ ആക്കിയിട്ടേക്കും. കൂടുതൽ സാധനങ്ങളൊന്നും വെക്കാറില്ല പൊതുവേ. മാക്സിമം എല്ലാം ഒതുക്കി വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണല്ലോ. ഇത് എവിടെ വരെ ചെല്ലും എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയാവും എൻ്റെ വീഡിയോസൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്നെപ്പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.